ക്യാൻസർ രോഗിയെ കാണാനാണ് എത്തിയത്. തിരക്കഥ തയ്യാറാക്കി തന്നെ വേട്ടയാടിയെന്നാണ് ശോഭാ സുരേന്ദ്രൻ ആരോപിക്കുന്നത്. കാറിൽ ഒരു സംഘം തന്നെ പിന്തുടർന്നുവെന്നും അശ്ലീലാംഗ്യം കാണിച്ചുവെന്നും ഒക്കെയാണ് ശോഭാ സുരേന്ദ്രന്റെ വാദം. ഈ ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങൾ അത്രയും ഉണ്ടയില്ലാ വെടികളാണ്. ആ ഉണ്ടയില്ലാ വെടിവെച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിജയം പാലക്കാട് ഉറപ്പായപ്പോൾ അത് സഹിക്കാൻ വയ്യാത്തവരാണ് ഇങ്ങനെ ഒരു കഥയുമായി പുറത്തു വന്നിട്ടുള്ളത്. എന്താണ് നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് ചട്ടം എന്നറിയാതെ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ വരുന്ന ഒരാളല്ല നിങ്ങളുടെ ശോഭാ സുരേന്ദ്രൻ. ഇതെന്റെ 10ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 9 തെരഞ്ഞെടുപ്പുകളിലും നിങ്ങൾ എന്നെ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ 10ാമത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിക്കുമെന്നായപ്പോൾ ഇന്നലെ ഒരു തിരക്കഥ തയ്യാറാക്കി കൊടുത്ത് ഇന്ന് എൻ്റെ കാറിന്റെ പിറകിൽ ഫോളോ ചെയ്യാൻ, മണിക്കൂറുകൾ ഫോളോ ചെയ്യാൻ ആരാണ് അനുവാദം കൊടുത്തത്? TV പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, 10ാമത്തെ തെരഞ്ഞെടുപ്പാണ് ശോഭാ സുരേന്ദ്രന്റേത്. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇത്തവണ ചെറുതായെന്നു പാളി. കാരണം നോക്കുക, ദൃശ്യങ്ങൾ TV പ്രസാദും ഞാനും കേരളത്തിലെ ജനങ്ങളും ഒക്കെ തന്നെ കണ്ടിട്ടുണ്ട്. പാലക്കാട്ടെ വോട്ടർമാരും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പറയുന്ന ഒരു ക്യാൻസർ രോഗിയുടെ വീട്ടിൽ പോയി തന്നെ ശരിയായിക്കൊള്ളട്ടെ, ക്യാൻസർ രോഗിയുടെ വീട്ടിൽ പോയിക്കോട്ടെ, അവരെ സഹായിച്ചോട്ടെ, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ വോട്ടെടുപ്പിന്റെ തലേനാൾ പോയി ഇത്തരത്തിൽ പണം നൽകുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പണം നൽകുന്ന സ്ത്രീ നമുക്കറിയാം. അവരെ നിഴൽ എന്നൊക്കെയാണ് അത്രേ ശോഭാ സുരേന്ദ്രൻ പിന്നീട് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത്. ആ നിഴൽ ആരാണെന്ന് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. നിഴൽ പോലെ ശോഭയ്ക്കൊപ്പം ഈ പ്രചാരണത്തിൽ ഉണ്ടായിട്ടുള്ള ആളാണ് സിമി എന്ന സ്ത്രീയാണ് എന്നത് വ്യക്തമാവുകയാണ്. അവർ ഈ ദൃശ്യങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കാരണം അവർ വെളുത്ത വസ്ത്രം ധരിച്ച് മുല്ലപ്പൂ ചൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് അവർ നേരെ പിന്നീട് കയറി ചെല്ലുന്ന ആ കാറിലാണ്. ഈ കോൺഗ്രസ് പ്രവർത്തകരുമായി തർക്കം നടത്തുമ്പോൾ ആ കാറിൽ അവർ ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി കാണുകയാണ്. അപ്പോൾ ശോഭയുടെ വാദങ്ങളെല്ലാം പൊളിയുകയാണ്. ദൃശ്യങ്ങളൊക്കെ തന്നെ ശബ്ദിക്കുന്ന തെളിവുകളുമായി മാറുന്നു. അല്ലേ TV പ്രസാദ്? അതുതന്നെയാണ് വിനീത. ഗുഡ് ഈവനിങ്. പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രന്റെ വാദങ്ങൾ ഒന്നൊന്നായി പൊളിയുകയാണ്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ് അവസാനിപ്പിച്ചെടുക്കുന്ന നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. മണിക്കൂറുകളായി തന്നെ എന്തിനാണ് ഫോളോ ചെയ്തത് എന്ന ചോദ്യമാണ് പ്രധാനമായും ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്നത്. അങ്ങനെ മണിക്കൂറുകളായല്ല, ദിവസങ്ങളായി ഫോളോ ചെയ്തുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു ദൃശ്യങ്ങൾ കിട്ടിയത്. ഈ ദൃശ്യങ്ങൾ ഒരുപക്ഷെ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് വിനീത. ഇങ്ങനൊരു ദൃശ്യങ്ങൾ ഇതുവരെയും സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്ന് വന്നിട്ടില്ല. ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് ചില ഉന്നതികളിലും മറ്റും പണം വിതരണം ചെയ്യാറുണ്ടെന്നും മദ്യവും അതുപോലെ തന്നെ പണവും ധാരാളം ഒഴുക്കാറുണ്ടെന്നുമുള്ള വിവരങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ആരോപിക്കുന്നത് ആരോപണങ്ങളായി നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ തെളിവോടെ പിടികൂടിയിരിക്കുകയാണ് ആ ദൃശ്യം എന്നുള്ളതാണ്. മാത്രവുമല്ല, അതിനൊരു തൃപ്തികരമായ വിശദീകരണം നൽകാൻ ഇതുവരെ പണം വാങ്ങിയവർക്കോ പണം വാങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർക്കോ അതല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും BJP നേതാവിനോ സംസ്ഥാനത്ത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇത് പ്രതിസന്ധിയായിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്, പാലക്കാട്ടെ NDAക്കാണ്, സംസ്ഥാനത്താകെയുള്ള BJP നേതൃത്വത്തിനാണ്. കാരണം ഒരു സമ്മതിദായകന്റെ വോട്ട് പണം കൊടുത്ത് വാങ്ങിക്കുക എന്നുള്ളതാണ് ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യം. അതാണ് ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതിൽ കൃത്യമായ ഒരു മറുപടി BJP നേതൃത്വത്തിനോ ശോഭാ സുരേന്ദ്രനോ പറയാൻ കഴിയുന്നില്ല എന്നുള്ളിടത്താണ് ഇതിന്റെ പ്രശ്നവും വിനീത. അതാണ് TV പ്രസാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വിശദീകരണങ്ങൾ അല്ലെങ്കിൽ ന്യായീകരണങ്ങൾ, ഉരുണ്ടുകളികൾ ഒന്നും തന്നെ കേട്ടാൽ അതിലൊരു വ്യക്തതയില്ല എന്നതാണ്. ശോഭാ സുരേന്ദ്രൻ പറയുന്നതൊക്കെ തന്നെയും ഒരു വ്യക്തതയില്ലാത്ത കാര്യങ്ങളാണ്.